സാധാരണ അവിയൽ പോലെയല്ല ചക്കയവിയൽ ഉണ്ടാക്കുന്നത്. ഇതിനുവേണ്ടി ഒരു 25 ചക്കച്ചുളയും 25 ചക്കക്കുരുവും കുറച്ച് ചക്കമടലും വേണം. ആദ്യം ചക്കക്കുരു നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും ചേർത്തൊന്ന് വേവിക്കാം. പാതി വേവിലെത്തുമ്പോൾ ചക്കമടൽ ചേർക്കാം. അതിന്റെ മുള്ളുള്ള ഭാഗം ചെത്തി കളഞ്ഞിട്ട് ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞതാണ്. വെള്ളം വേണമെങ്കിൽ അല്പം കൂടി ഒഴിച്ചു കൊടുക്കാം. വെള്ളരിക്ക, പടവലങ്ങ, മുരിങ്ങയ്ക്ക, പുളിക്കനുസരിച്ച് പച്ചമാങ്ങ, എരിവിനനുസരിച്ച് പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർക്കാം. വേറെ പച്ചക്കറികളൊന്നും ഇതിലേക്ക് ചേർക്കണ്ട, ഇത്രയും മാത്രം ചേർത്താൽ മതി. ഇനി അടച്ചു വെച്ച് ചെറിയ തീയിൽ വേവിക്കാൻ വേണ്ടി വെക്കാം. ഒരു 3/4 ഭാഗത്തോളം വേവിലെത്തുമ്പോൾ 25 ചക്കച്ചുള ഇങ്ങനെ നീളത്തിലരിഞ്ഞ് അതും ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അടച്ചു വെച്ച് ചെറിയ തീയിൽ വെക്കാം. ഇനി ഒരു അരപ്പ് റെഡിയാക്കണം. ഒരു ചെറിയ തേങ്ങ ചിരകിയതിലേക്ക് 1 ടീസ്പൂൺ ജീരകവും 5 അല്ലി ചുവന്നുള്ളിയും 1 തണ്ട് കറിവേപ്പിലയും ചേർത്ത് ഇങ്ങനെ ഒന്ന് ഒതുക്കിയെടുക്കണം. എന്നിട്ട് ഈ അവിയലിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ അരപ്പിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കിട്ടാൻ വീണ്ടും ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് ചെറിയ തീയിൽ വെക്കാം. ഇനിയും എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചാൽ മാത്രം മതി. ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അല്പം കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. തീ ഓഫ് ചെയ്തിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. അടച്ചു വെക്കാം.